നമ്മുടെ നേരെ വരുന്ന അസ്ത്രങ്ങളെ അല്ലെങ്കിൽ ആയുധങ്ങളെ അതേ രൂപത്തിൽ തന്നെ തിരിച്ച് അത് അയച്ച ശത്രുവിൻ്റെ നേരെ തൊടുത്തുവിടുന്നത് നിങ്ങൾ മഹാഭാരതത്തിൽ വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ മഹാഭാരത കഥകളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ആ ഒരു അസ്ത്രത്തിന്റെ പേരാണ് പാശുപത അസ്ത്രം. പശുപതിയുമായി ബന്ധപ്പെട്ടതാണ് അത്. പശുപതി എന്നാൽ ശിവൻ. ശിവനുമായി ബന്ധപ്പെട്ട ഒരു അസ്ത്രം. ഈ അസ്ത്രം അർജുനനാണത് ലഭിച്ചത്. അത് ഒരു മന്ത്രപ്രയോഗമാണ്, കേവലം ഒരു അസ്ത്രമല്ല. നമ്മുടെ ജീവിതത്തിലും ഇത്തരം ശത്രുക്കളുടെ ആയുധങ്ങളെ, ശത്രുക്കളെ അവർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ച് അവരുടെ നേരെ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് പാശുപത അസ്ത്ര വിദ്യ. നമുക്കും അത്തരം സജ്ജീകരണങ്ങളിൽ സ്വയരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ശാക്തേയക്കാവിലേക്ക് വരാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടുത്തെ കർമ്മത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാക്തേയക്കാവിൽ പ്രധാനമായും നടക്കുന്ന രണ്ട് കർമ്മങ്ങൾ, പ്രധാനം ഒന്ന് നിങ്ങളുടെ ദോഷ നിവാരണത്തിലുള്ള മുട്ടിറക്ക കർമ്മമാണ്, അതുപോലെ അമർത്തുന്ന ആവാഹനമാണ്. രണ്ട് കർമ്മങ്ങളാണ് നിങ്ങൾ ദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. എങ്ങനെ വരണം, എങ്ങനെയാണ്, എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ഈ മുട്ടിറക്ക കർമ്മത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആഭിചാര ബാധാദോഷങ്ങളെ ആവാഹിക്കുന്നതിനും വരുന്നതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്ന് നിങ്ങളോട് ഇവിടെ നിന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. പ്രത്യേക ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ഇത്തരം മാന്ത്രിക കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വരാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരമാണ് അർജുനൻ പാശുപത അസ്ത്രത്തിനായിട്ട് വനത്തിലേക്ക് പ്രവേശിക്കുന്നതും ഭഗവാനെ തപസ് ചെയ്യുന്നതും. ഇന്ദ്രനും ആ കാര്യത്തിൽ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, പാശുപത അസ്ത്രം സ്വായത്തമാക്കാൻ വേണ്ടി. അങ്ങനെ ശിവഭഗവാന്റെ കയ്യിലുള്ള, പശുപതിയായ ശിവഭഗവാന്റെ കയ്യിലുള്ള പാശുപത അസ്ത്രം ആകെ ലഭിച്ചിട്ടുള്ളത് അർജുനനാണ്. ഈ അസ്ത്രത്തിന്റെ പ്രയോഗ രഹസ്യം എന്ന് പറയുന്നത് ഒരു അസ്ത്രമന്ത്രം കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മനസ വാച കർമ്മണ, നമുക്കെതിരെ ആരെങ്കിലും, ഏതെങ്കിലും ശത്രുക്കൾ ഏതെങ്കിലും നിഗൂഢ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ തീക്ഷ്ണമായ ഫലത്തെ അവരിലേക്ക് തന്നെ തിരിച്ചു വിടാനായിട്ട് നമ്മൾ പോലും അറിയാതെ തിരിച്ചു വിടാൻ പറ്റുന്ന ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ് പാശുപതാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ പാശുപതാസ്ത്രത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, പാശുപത അസ്ത്രം നമ്മുടെ ശത്രുക്കൾ, അതായത് ത്രിലോകത്തിൽ, 3 ലോകത്തിലുള്ള ശത്രുക്കൾ, അത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ദൃഷ്ടി കൊണ്ടോ ഏത് രീതി കൊണ്ടോ നമുക്ക് ശത്രുക്കളായി മാറുന്നവർ, കർമ്മം കൊണ്ട് ശത്രുക്കളായി മാറുന്നത്, ഭൂത, പിശാച്, ബാധ, ശത്രുബാധ, അങ്ങനെയുള്ള ഏത് തരം നമ്മളെ പ്രതിരോധത്തിലാക്കുന്നതും പ്രതിലോഭമായി നമ്മളിൽ പ്രവേശിക്കുന്നതുമായ ഏത് തരത്തിലുള്ള ഇത്തരം ദോഷങ്ങളെ പ്രതിരോധിക്കാൻ ഈ പാശുപത അസ്ത്രമന്ത്രം കൊണ്ട് സാധിക്കുമെന്നാണ്. ഈ അസ്ത്രമന്ത്രം ഒരു അസ്ത്ര രൂപത്തിൽ നമുക്കും നമ്മുടെ രക്ഷയായിട്ട് പ്രയോഗിക്കാൻ സാധിക്കും. ശത്രുക്കൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല, അല്ലെ? എല്ലാവർക്കും പലതരത്തിലുള്ള ശത്രുക്കളും ശത്രുബാധയും ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെറിയ ആളുകൾക്ക്, സാധാരണക്കാർക്കാണെങ്കിൽ സാധാരണ ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ വലിയ വ്യവസായങ്ങളോ അല്ലെങ്കിൽ വലിയ ഒരു സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് അത്രയും വലിയ ശത്രുക്കളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും പഠനത്തിന്റെ അഗാധം വർദ്ധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ വലിയ ആളുകൾക്ക് കേൾക്കുന്ന ശത്രുത അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. ബിസിനസ്സുകാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏതു തരം ആളുകൾക്കും സമാനമായ ശത്രുത അപ്പുറത്ത് രൂപീകൃതമാകും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം നിഴല് പോലെ നിങ്ങളെ പിന്തുടരുന്ന ഒന്നാണ് ശത്രുത. അപ്പോൾ ഇവിടെ ഈ പ്രയോഗം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് 2 രീതിയിൽ നമുക്ക് ഈ ശിവൻ, പശുപതിനാഥനായ ശിവൻ അർജുനന് കൊടുത്ത അതേ ആയുധം തന്നെ നമ്മുടെ ജീവിത രക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഉപയോഗ രഹസ്യം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഇനി പങ്കുവയ്ക്കുന്നത്. ഇനി അത് ചെയ്യുന്നത്
വിഷ്ണുവിന് സുദർശന ചക്രം പോലെ തന്നെയാണ് ശിവന് പാശുപതം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് ഈ പാശുപത അസ്ത്ര മന്ത്രം കൊണ്ട് പാശുപതാസ്ത്ര ആ ഒരു ഹോമ കർമ്മങ്ങൾ നടത്തി ഈ ഒരു വസ്തു, അതായത് ഈ അസ്ത്ര രൂപത്തിൽ ഉള്ള ഒന്ന്, അതായത് ഒരു അസ്ത്രമുണ്ടാക്കും. അസ്ത്രമുണ്ടാക്കി ആ അസ്ത്രത്തിൽ, ഇപ്പോൾ നമ്മൾക്കൊരു 2 വിരൽ നീളത്തിൽ അസ്ത്രമുണ്ടാക്കി ആ അസ്ത്രം വച്ചിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത്. ആ കർമ്മം വളരെ നിഗൂഢമായതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞു തരില്ല. ആ അസ്ത്രകർമ്മം ചെയ്യുന്നത് അങ്ങനെയാണ്. ആ അസ്ത്രകർമ്മം ചെയ്തിട്ട് അതിൻ്റെ സംവാദം എടുത്ത് ആ സംവാദം കൊണ്ട് തൊട്ട് ജപിച്ച് ഈ അസ്ത്രം നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്ത് അസ്ത്രം എങ്ങനെയാണോ നമ്മൾ എയ്യാനായി എങ്ങോട്ടാണോ ദിക്കിലേക്ക് വയ്ക്കുന്നത് ആ ദിക്കിലേക്കായി ഈ അസ്ത്രം നമ്മൾ വീട്ടിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ബിസിനസ് സ്ഥാപനങ്ങളുടെ മുന്നിലാകാം, വീട്ടിലാകാം, നമ്മളുടെ ഏത് ഫാക്ടറികളിലാകാം, എവിടെയും നമുക്ക് ഈ അസ്ത്രങ്ങൾ സ്ഥാപിക്കാം. ഈ അസ്ത്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, നമ്മൾ ഒരിക്കലും നമ്മുടെ ശത്രുതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല, ശത്രുക്കളെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഈ ശത്രുത ഉണ്ടാകുന്നത് ആർക്കാണോ നമ്മുടെ നേരെ ശത്രുത ഉണ്ടാകുന്നത്, അവർ ചെയ്യുന്ന ഏത് ശത്രുമാരണ പ്രയോഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ആഭിചാരമാകട്ടെ, പ്രേതബാധയാകട്ടെ, ഏതു തരത്തിലുള്ള നമ്മളെ പ്രതികൂലമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളെ ബാധിക്കുന്ന ഏതൊന്നും ഈ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ വേഗത്തിൽ അഴച്ചവനിലേക്ക് തന്നെ പോവുകയും നമ്മളെ ലക്ഷ്യം വെച്ച് അழைക്കുന്നവന് തന്നെ അത് തിരിച്ചേൽക്കുകയും ചെയ്യുന്ന ഒരു വിദ്യയാണ്, മാന്ത്രിക വിദ്യയാണ് ഈ അസ്ത്രമന്ത്രവും അസ്ത്രസ്ഥാപനവും. ഇനി ചിലർക്കാകട്ടെ അതിങ്ങനെ സ്ഥാപിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അത് വെള്ളിയിൽ ഈ അസ്ത്രമന്ത്രവും അസ്ത്രം അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്രമത്തിൽ അതേ വിധാനത്തിൽ തന്നെ ഉണ്ടാക്കി അത് ഏലസായിട്ടോ തകിടായിട്ടോ നിങ്ങളുടെ ദേഹത്ത് അണിയുന്ന ആൾക്കും ഒരു കാലത്തും ഒരിക്കലും ജീവിതത്തിൽ ശത്രുവിൻ്റെ ഭയമില്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം, ജീവിക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജീവജാലങ്ങളെ പോലും, ഒരു ഹിംസ്ര ജന്തുക്കളെ പോലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾ ഏത് വനത്തിലും വനാന്തര ഭാഗത്തും അല്ലെങ്കിൽ ശത്രുക്കൾ നടമാടുന്ന ഏത് ഭൂമികയിലൂടെയും നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നാലും, വിദേശത്തോ അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പോകുന്നവർക്കാണെങ്കിലും അവിടെ ഏതെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതാവസ്ഥ നമുക്ക് ഉള്ളവർക്കും ഒക്കെ നിങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന ആൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുതയിൽ നിന്നും നിങ്ങൾക്കൊരു ദുരിതം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ അസ്ത്രസ്ഥാപനവും ചെയ്യാം, അതുപോലെ തന്നെ അസ്ത്രം ദേഹത്ത് അണിയുകയും ചെയ്യാം. ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ പ്രയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിക്കുന്ന ഒരാളുടെ നേരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ശത്രുതയോടുകൂടി ഒരു വാക്കോ പ്രവൃത്തിയോ ചിന്തയോ എന്ത് വിട്ടാലും അതിനേക്കാൾ വേഗത്തിൽ അത് തിരിച്ചു വരും. കാരണം അർജുനന് നേരെ എയ്യുന്ന എല്ലാ അമ്പുകളും അവിടെ വരുന്ന വഴി തന്നെ തടഞ്ഞ് തിരിച്ചടയ്ക്കുന്ന ഒന്നായിരുന്നു പാശുപത അസ്ത്രമന്ത്രം. ഈ മന്ത്രത്തിന്റെ ഒരു പ്രയോഗവിധിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. അത് ഉപയോഗിക്കുന്ന ആൾക്ക് ലോകത്തിൽ ഒരു ശത്രുവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.